ഇന്ന് UAE നാഷണൽ ഡേ ആണ്. ഇവിടെ 2nd and 3rd ഇവിടെ മുടക്കാണ്. അപ്പോൾ 7 എമിറേറ്റ്സ്, അതായത് നമ്മുടെ 4 സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന പോലെ 7 എമിറേറ്റ്സ് ഒരുമിച്ച് നിന്ന് ഒരു രാജ്യമായിട്ട് തീരാനായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത ദിവസമാണെന്ന്. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ആളാണ് ഫൗണ്ടർ. അതുപോലെ തന്നെ ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്നത് ആൾ തന്നെയാണ്. ആൾ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രകൃതിയാണ്. ഇതുപോലെ മരുഭൂമിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ആൾ ഇതുപോലെ ആക്കിയെടുത്തു. പ്രകൃതിയെ ഒത്തിരി അധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷെയ്ഖ് സായിദ്. അപ്പോൾ എനിക്കൊരു എൻ്റെ അപ്പൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇതുപോലെ ഒരു സെർബിനിയാസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ അവിടെ ഒരു ഷെയ്ഖ ഫാത്തിമയുടെ ഒരു പാലസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ ആൾ പറയും അവിടെ എല്ലാ ഒത്തിരി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മാൻഗ്രൂവ്സ്, ഒത്തിരി മാനുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ എത്രയും കണ്ട് മരത്തിനും ഓരോ ആളുണ്ട് ആ മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും വെള്ളം നനയ്ക്കാനും എല്ലാത്തിനും. അപ്പോൾ ആൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ല ഉണങ്ങി നിൽക്കുക, എന്തെങ്കിലും മരത്തിന് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും. നമ്മുടെ ചൂരിൽ പോലത്തെ ഇവിടെ അതൊരു ട്രഡീഷൻ, അവരൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അത് വെച്ചൊരു ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് അടിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ദിവസം ഈ സെർബിനിയാസ് ഐലൻഡിൽ പോകാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ആ പോർട്ടിൽ എത്തിയാൽ മതി. അവിടെ നിന്ന് ഫ്രീ ആയിട്ട് നമ്മളവിടെ കൊണ്ടുപോയി അവിടെ ഒരു അക്കോമഡേഷൻ, കാരവൻ പോലെയുള്ള സ്ഥലത്ത് അക്കോമഡേഷൻ, നല്ല ഫുഡും, അതുപോലെ അവിടെ വലിയ ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വണ്ടിയിൽ കൊണ്ടുപോയി ഒക്കെ കാണിച്ച് തിരിച്ചു. ഇപ്പോൾ ഐലൻഡ് സ്ഥാനത്ത് വലിയൊരു ഹോട്ടൽ വന്നിരിക്കുകയാണ്. 7 സ്റ്റാർ 5 സ്റ്റാർ ആണ്ട് വലിയൊരു ഹോട്ടൽ വന്നിരിക്കുകയാണ്. അതൊന്നുമില്ല, ഇപ്പോൾ ആ ഒരു പ്രൊവിഷനൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്നത് ടൗണാണ്. ടൗണിൻ്റെ നടുക്കാണ് ഇതുപോലെ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. കോർണിഷ് ഏരിയ എന്ന് പറയും. അതായത് സൈഡിൽ ബീച്ചും അതിൻ്റെ മിഡിലായിട്ട് ചുറ്റും ബിൽഡിങ്സ് ആണ്. അതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ എല്ലാ മരത്തിനും നമുക്ക് ഈ ആര്യവേപ്പിൻ്റെ മരം ഒത്തിരി ഉണ്ട് ഇവിടെ. അതിൻ്റെ എല്ലാ മരത്തിനും ലോണിനും ഒക്കെ ഇങ്ങനെ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും. അതുപോലെ എല്ലാം നോക്കാനായിട്ട് ഒരേ ഏരിയയ്ക്ക് ആൾക്കാരും ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. അതുപോലെ ക്യാറ്റുകൾ, അതുപോലെ പ്രാവ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പ്രാവിനൊക്കെ ആൾക്കാർ കുറേ ഫുഡ് കൊടുക്കണം. കാരണം ഒത്തിരി ശല്യമാണ് അവർ. നമുക്ക് ഈ ബിൽഡിങ്ങിൽ നടുക്കാണല്ലോ, ചുറ്റും ബിൽഡിങ്ങുകളാണല്ലോ. അപ്പോൾ വിൻഡോയിലൊക്കെ ഇത്തിരി സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ വന്നിരിക്കും. പിന്നെ ഷെയ്ഖ് സായിദിനെ പറ്റി ഓർക്കുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഡെലിവറി ഇവിടെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പോയി രജിസ്റ്റർ ചെയ്യണം. അന്ന് ഈ ഇൻഷുറൻസ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്. അതിൽ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, അതായത് ലോക്കൽസിൽ നിന്ന് മാത്രമല്ല എല്ലാ രാജ്യക്കാർക്കും ഡെലിവറി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഭയങ്കര ഫെസിലിറ്റിയാണ് അവർക്ക്. എല്ലാ ടൈപ്പ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അബോർഷൻ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നിയമപ്രകാരം അത് അബോർട്ട് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നോർമൽ ഡെലിവറി ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസുകളൊന്നുമില്ല. ഓരോ വിസിറ്റിനും 25 ദിറംസ് കൊടുക്കണം. അതല്ലാതെ വേറെ ഒരു എക്സ്പെൻസും സ്കാനിങ്ങിനോ അല്ലെങ്കിൽ ടെസ്റ്റുകൾക്കോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ റൂമിനെങ്ങാണ്ട് എത്രയും ചാർജ് കൊടുക്കണം. നല്ല സമ്മറിൽ മിക്കവാറും ഇവർ പുല്ലാണ് വെച്ച് പിടിപ്പിക്കുക. എന്നാലും എല്ലാത്തിനും ഇതുപോലെ നനച്ചു കൊടുക്കും. പിന്നെ ഒരു വിൻ്റർ അടുക്കുമ്പോൾ ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്ക് ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ടിട്ട് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് അവിടെ പതുക്കെ ചെടികൾ വെക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും മാർച്ച് ഏപ്രിൽ വരെ പിന്നെ നമ്മൾ പൂക്കളാണ് കാണാൻ തുടങ്ങും. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ എന്നറിയില്ല. എനിക്ക് ശരിക്കും ഒരു അത്ഭുതമാണ് ഇവിടുത്തെ പ്രകൃതി. ഇതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും പൂക്കളും, കാരണം മണ്ണ് അതുപോലെയാണ്. അതുപോലെ വെള്ളം എന്ന് പറയുന്ന കാരണം ഇവർക്ക് നാച്ചുറലായിട്ട് അങ്ങനെ ആകെയുള്ളത് കടൽ വെള്ളമാണ്. ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് നമുക്ക് ഇത്രയും സ്ഥലങ്ങളിലൊക്കെ അവർക്ക് കഴുകാനായാലും നമുക്ക് എല്ലാത്തിനും കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് വരുന്നത്. കടൽ വെള്ളം ശുദ്ധീകരിച്ച് വരുന്ന വെള്ളം നമുക്ക് കുടിക്കാനും പറ്റും. പക്ഷെ ബിൽഡിങ്ങുകളിൽ ടാങ്ക് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത കാരണം ആൾക്കാർ പുറത്തുനിന്ന് വെള്ളം വാങ്ങുന്നേ ഉള്ളൂ. അതുപോലെ ഈ ഫൗണ്ടൻ, അതുപോലെ ഈ ചെടികൾക്ക് നനയ്ക്കാനൊക്കെ ആയിട്ട് റീസൈക്ലിംഗ് വാട്ടറാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് അത്ര അറിവില്ല, എന്നാൽ അതാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. കുറച്ച് UAE വിശേഷങ്ങളാണ് ഇതൊക്കെ. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.